കവിത ബാബ और बाबा की चढ़ी മുത്തശ്ശനും മുത്തശ്ശൻ്റെ വടിയും गुलजार। ये तो एक कविता है। कविता का आशय, इस कविता में एक बच्चा कहता है कि बाबा और बाबा की चढ़ी हमेशा साथ साथ चलते हैं। बाबा बिस्तर पर लेटी हुई लाठी उड़ाकर बाहर चलना चाहते हैं। छड़ी बाबा का हाथ पकड़कर उसे बाहर ले जाती है। हमेशा दोनों साथ साथ चलते हैं। ഒരു കുട്ടി പറയുന്നു, മുത്തശ്ശനും മുത്തശ്ശൻ്റെ വടിയും എല്ലായ്പ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നത്. മുത്തശ്ശൻ കിടക്കയിൽ കിടക്കുമ്പോൾ വടിയെടുത്ത് പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു. വടി മുത്തശ്ശൻ്റെ കൈ പിടിച്ച് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ്. यदि कोई कुत्ता भौंककर आता है तो छड़ी उसे भाग देती है। दोनों साथ साथ भाग तक चलते हैं। जब बाबा चलकर तक हो जाता है तो छड़ी पर मादा रखकर बैठ जाता है। चलते समय छड़ी वहाँ के पेड़ों और उन पर गिले फूलों को बाबा को दिखा देती है। പട്ടി കൊണ്ടുവരുമ്പോൾ വടി അതിനെ ആട്ടിയോടിക്കുന്നു. ഇരുവരും ഒരുമിച്ചാണ് പൂന്തോട്ടത്തിലേക്ക് പോകുന്നത്. മുത്തശ്ശൻ നടന്നു ക്ഷീണിക്കുമ്പോൾ മരങ്ങളെയും അവയിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെയും കാണിച്ചു കൊടുക്കുന്നു. बाबा और चढ़ी सदा साथ साथ चलते हैं। जीवन के एक एक कदम साथ साथ रहते हैं। दोनों में से कोई अकेला नहीं रह सकता। एक के बिना दूसरे का अस्तित्व नहीं है। മുത്തശ്ശനും വടിയും എന്നും ഒന്നിച്ചാണ് നടക്കുന്നത്. അവർ രണ്ടുപേരുടെയും ജീവിതം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരാളില്ലാതെ ഒരാൾക്ക് തനിച്ച് ജീവിക്കാൻ സാധിക്കില്ല. यहाँ बाबा और छड़ी के माध्यम से हमें बुजुर्गों के साथ अच्छा व्यवहार करने का तथा उनके साथ देने का संदेश देता है. ഇവിടെ മുത്തശ്ശനും മുത്തശ്ശൻ്റെ വടിയിലൂടെ മുതിർന്നവരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറാനും അവർക്ക് സഹായം നൽകാനും ഉള്ള സന്ദേശമാണ് ഈ കവിതയിലൂടെ കവി നൽകുന്നത്.